ആദ്യം വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക. വാക്കുകളുടെ ആ പ്രഹരശേഷിയെക്കുറിച്ച് ദുര്യോധനൻ നന്നായി അറിയാം. ുള്ള ബന്ധുത്വവും ചെറുതായി കാണുന്നത് കൊണ്ടല്ല, ഹസ്തിനപുരിക്ക് അത്രയും കേമമായി തോന്നാത്തത് കൊണ്ടാണ്. പരിഹാസം കൊണ്ട് ഹസ്തിനപുരിയുടെ രാജധ്വജം സോദര പാഞ്ചാലത്തിന് മുകളിൽ കെട്ടി. ആകയാൽ നമ്മുടെ ആത്മമിത്രവും അംഗരാജനും വില്ലാളി വീരനുമായ കർണൻ ഈ വീരപരീക്ഷയിൽ പങ്കെടുക്കും. ഞാനത് പ്രതീക്ഷിച്ചതാണ്. കടന്നു വരൂ. രാജാവിന്റെ ഇന്ദ്രപക്ഷിയുടെ കൗശലം വീരന്മാർക്ക് മുമ്പിൽ വിലപ്പോഴില്ലെന്ന് തെളിയിച്ചു കൊടുക്കുക. അംഗരാജനായ കർണന് പത്നിയായിരിക്കാനുള്ള ഭാഗ്യം കുമാരിക്കുണ്ടാകട്ടെ. കർണനത് നിഷ്പ്രയാസം കഴിയും. കർണന്റെ കണ്ണിലെ ആത്മവിശ്വാസത്തിൽ നിന്നത് വായിക്കാം. പക്ഷേ ദ്രൗപദിയെ നേടേണ്ടത് അർജുനനാണ്. അർജുനന് വേണ്ടി ജനിച്ച യജ്ഞസേനയ്ക്ക് തന്നെ അറിയാം ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. വീരോചിതമായി പലതും പറഞ്ഞ ദുര്യോധനകുമാരൻ വീരപരീക്ഷയിൽ പങ്കെടുക്കുന്ന അംഗരാജന്റെ കുലമേതെന്ന് പറഞ്ഞില്ല. പറയത്തക്ക മേന്മയില്ലാത്തത് കൊണ്ട് തന്നെ ആവണം അത് ബോധപൂർവം മറച്ചുവെച്ചത്. അതെന്തുമാവട്ടെ, പക്ഷേ ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠ ക്ഷത്രിയർ പങ്കെടുക്കുന്ന ഈ വീരപരീക്ഷയിൽ സൂതപുത്രനായ കർണൻ പങ്കെടുക്കുന്നത് ചിതമാണോ? സൂതപുത്രനായ കർണൻ ആയോധന കളിയിൽ കർണനെ തകർക്കാൻ ദ്രോണൻ ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെ ദ്രൗപദി പ്രയോഗിച്ചു. ജനിച്ച കുലമാണോ കുമാരി ഒരു വീരന്റെ കഴിവിനെ നിശ്ചയിക്കുന്നത്? ഇവിടെ നടക്കുന്നത് വീരപരീക്ഷയല്ലേ, കുലം തിരിച്ചുള്ള കണക്കെടുപ്പല്ലോ. ഇതൊരു തർക്കശാസ്ത്ര വേദിയുമല്ല. വിവാഹം എന്റേതാണ്. ആകയാൽ എന്റെ തീരുമാനങ്ങൾക്ക് തന്നെ പ്രഥമ സ്ഥാനം. ഒരു സൂതൻ എന്നെ ഭരിക്കുന്നതിൽ എനിക്ക് സമ്മതമില്ല. ഇത് ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്നതിന് സമമാണ്. കുമാരിയുടെ സമ്മതപ്രകാരമാണ് മംഗല്യമെങ്കിൽ എന്തിന് വീരപരീക്ഷ നിശ്ചയിച്ചു? സ്വയംവരം മതിയായിരുന്നല്ലോ. ക്ഷത്രിയകുമാരന്മാരെയാണ് വീരപരീക്ഷയ്ക്കായി ക്ഷണിച്ചത്. ദുര്യോധനകുമാരന് വേണമെങ്കിൽ പരീക്ഷയിൽ പങ്കെടുക്കാം. പക്ഷേ സൂതപുത്രനായ കർണൻ അതസാധ്യമാണ്. വില്ലാളി വീരനായ കർണനേക്കാൾ എന്തും മേന്മയാണ് അങ്ങ് എന്നിൽ കാണുന്നത്. ഒരു വംശത്തിൽ ജനിച്ചു വന്നതോ യജ്ഞകുണ്ടത്തിൽ നിന്നും ലഭിച്ച അങ്ങയുടെ മകൾ ദ്രൗപദിയുടെ കുലവേതാണ്. സഹോദരങ്ങൾ ദുഷ്ടദിമ്നന്റെയും ശിഖണ്ഡിയുടെയും കുലവേതാണ്. ദുര്യോധനൻ പറയുന്നത് ന്യായമാണ്. എന്ത് സൗഭാഗ്യമാണ് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ടത്. വൈഷ്ണവ സ്വരൂപമായ അങ്ങയുടെ തൃപ്പരന്മാർ വധിക്കപ്പെടുക. അതിപ്പുറമൊരു പുണ്യമുണ്ടോ? ഒട്ടും വൈകിക്കാതെ ആ തിരുചക്രം അങ്ങയുടെ കഴുത്തിന് നേരെ വായിക്കുക. അതൊക്കെ മോക്ഷം നൽകിയാലും വാസുദേവ. യുദ്ധത്തിൽ ഒരിക്കലും ആയുധമെടുക്കുകയില്ല എന്ന വാക്കിൽ നിന്ന് മറന്നു. എന്നോടുള്ള അമിത വാത്സല്യത്താൽ സത്യലംഘകരെന്ന അപകീർത്തി നിന്റെ ശിരസിൽ പതിക്കരുത്. കോപം നടത്തുകല്ല, ശാന്തനാകും. നിനക്ക് ജയിക്കേണ്ട അർജുന, അതൊന്ന് തോറ്റുകൊണ്ടാകരുത്. ഭീഷ്മരെ വീഴ്ത്തേണ്ടവൻ അർജുനൻ തന്നെ ആവണമെന്നാവും വിധി. നാം ആയുധം ഉപേക്ഷിക്കുന്നു. ഭാരതനായ അർജുനന്റെ വാക്കുകേട്ട് വിനാശനാക്കുന്നു. സഹോദരൻ, യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദുര്യോധനൻ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എതിർക്കാനിടയുള്ളവരെ ആദ്യം വരുതിയിലാക്കുകയാണ് യുദ്ധകൗശലം. ദുര്യോധനനറിയാം. ആകയാൽ യുദ്ധത്തിൽ എന്നെ സഹായം അഭ്യർത്ഥിക്കാൻ ദുര്യോധനൻ അടുത്ത ദിവസം ദ്വാരകയിലെത്തും. യുദ്ധത്തിനും ഭക്ഷണത്തിനും ആദ്യം കഴിക്കുന്നതിനോടൊപ്പം പോകണമെന്നാണ് നാട്ടുവഴക്കം. അതുകൊണ്ട് നീ ഉടൻ ദ്വാരകയിലേക്ക് പുറപ്പെടുക. സുയോധനൻ എത്ര നേരത്തെ എത്തിയാലും നീ വരുവണ്ണം ഒരു കള്ള മയക്കത്തിലായിരിക്കുന്ന കള്ളമെന്ന് പറഞ്ഞുകൂടാ, കൗശലം. നിന്നെ നേരിൽ കാണാനുള്ള കൊതിയോടെ കൗശലം
ആനന്ദ ശയനം. വന്ദനം ദുര്യോധനരാജൻ. സ്വാമി ഉച്ചമയക്കത്തിലാണ്. ഉണർത്തുകയെന്നത് വേണ്ട, ഉറക്കമുണരുകളും ഞാൻ കാത്തിരുന്നോളാം. അർജുനകുമാരന് വന്ദനം. സ്വാമി ഉച്ചമയക്കത്തിൽ. നിദ്രാഭംഗമുണ്ടാക്കണ്ട, ഭഗവാൻ ഉറങ്ങട്ടെ. അവിടെ വലിയച്ഛനും ഗാന്ധാരിയമ്മയ്ക്കും സൗഖ്യമല്ലേ? വല്യച്ഛനോടും വല്യമ്മയോടും ക്ഷേമം ആശംസിച്ചതായി പറയും. ഏത് വല്യച്ഛൻ, ഏത് വല്യമ്മ? ബന്ധം പറയുന്നു. അത് ഒരുതര അവകാശം സ്ഥാപിക്കലാണ്. ഹസ്തിനപുരിക്ക് മേൽ കപട അവകാശം ഉന്നയിക്കും പോലെ. പാർത്ഥനോ? ഉണർത്തുന്ന ഇതുമല്ലേ? വന്നിട്ട് ഒരുപാട് നേരമായോ? ഇപ്പോൾ വന്നതേ ഉള്ളൂ. എനിക്ക് മുൻപേ വന്നതാണ്. ആഹാ, സുലോഭനാണ്. ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. സഹോദരന്മാർ വൈരം മറന്ന് ഒരുമിച്ചു. ഇതൊരു ശുഭലക്ഷണമായി ഞാൻ കരുതട്ടെ. ഇനിയുള്ള കാലം ഇങ്ങനെ ഒരുമയോടെ ഒരുമിക്കാൻ ഒരു സാധ്യത അവശേഷിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇവർ കുട്ടിയുടെ മക്കൾ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടെന്ന കാര്യം ഇന്നൊരു രഹസ്യമല്ല. അത് കണ്ണൻ അറിയാതെയാവുമെന്ന് ഞാൻ കരുതുന്നില്ല. വേറെകൊണ്ടും വ്യാജം പറഞ്ഞു ബഹുമതിയും മര്യാദയും ഇല്ലാത്ത ചില സാമന്തരെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യവുമല്ല, ഭീഷണിയുമല്ല. പക്ഷേ കണ്ണനോട് എന്റെ പിതാവിനും ഭീഷ്മ പിതാമഹനും ഒക്കെ വലിയ ബഹുമാനമാണ്, മതിപ്പാണ്. ആകയാൽ ഈ യുദ്ധത്തിൽ കണ്ണനും അന്നയുടെ യാദവ സൈന്യവും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞു വന്നാൽ അർദ്ധരാജ്യം തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം പാലിച്ച് ഈ യുദ്ധം ഒഴിവാക്കിക്കൂടെ? അജ്ഞാതവാസ കാലത്ത് വിരാടദേശത്ത് വെച്ച് അവർ പിടിക്കപ്പെട്ടതാണ്. അതിനാൽ ആ വാഗ്ദാനം എനിക്ക് പാലിക്കേണ്ടതില്ല. അത് 13 വർഷം പൂർത്തിയാക്കിയതിനു ശേഷമല്ലേ? ശരി, എങ്കിൽ അർദ്ധരാജ്യം വേണ്ട. അതിന്റെ പാതി തന്നാൽ സാധ്യമല്ല. സാധ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണൻ സംസാരിക്കാതിരിക്കും. എങ്കിൽ അതിന്റെ പാതി സാധ്യമാണോ? അല്ല. എങ്കിൽ 5 പേർക്കും 5 ഗ്രാമങ്ങൾ നൽകുക. അവർക്ക് ജീവിക്കണ്ടേ? കുട്ടിയുടെ മക്കളുടെ ഉപജീവനം കുരുകുലത്തിന്റെ കടമയല്ല. എങ്കിൽ അന്യം കരുതി തന്നെ മനുഷ്യത്വത്തിന്റെ പേരിൽ 5 പേർക്കും 5 ഭവനങ്ങൾ നൽകും.